ഹായ് എവരിവൺ, വെൽക്കം ടു മോം ലൈഫ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കായിട്ട് ഫിഷ് ബിരിയാണി ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മീനൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നൈസ് മാറാനായിട്ട് വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട മസാലയ്ക്കായിട്ടുള്ള സവാളയും ഉള്ളി തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം അരി ഒന്ന് എടുത്ത് കഴുകി കുതിരാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അരമണിക്കൂർ കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ തൊലി കളഞ്ഞെടുത്ത് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി തക്കാളി സവാളയൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള സവാളയാണ് കേട്ടോ ഇത്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനും കൂടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ കുറച്ച് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല പുരട്ടിയെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് മീനിട്ട് കൊടുത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കുകയാണേ. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മസാലയിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി വേണം. അപ്പോൾ അതും കൂടി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി നാരങ്ങ നീരാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബിരിയാണിയുടെ മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മസാല ആക്കുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചെടുത്തിട്ട് അതിൽ തന്നെയാണ് കേട്ടോ കുറച്ച് മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ മീനായിട്ടുണ്ട്, നമുക്കതൊന്ന് കോരിയെടുക്കാം. ഇനി ബാക്കി മസാല പുരട്ടിയിട്ടുള്ള മീനൊക്കെ വേറൊരു ഫ്രൈ പാനിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ സവാള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളകും പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ മസാല പൊടിയും തിളയ്ക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രം ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ബേ ലീഫ് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഇവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ, ആ സമയം കൂടി നമുക്ക് മസാല നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ മസാല തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അതിലൊന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ആക്കി കൊടുക്കണം കേട്ടോ. ഇതിനെ അടച്ചു വെച്ചിട്ട് മീനും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിയിട്ട് കൊടുക്കാം. അരിയിട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഇതാ മീനിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പതുക്കെ പൊടിയാതെ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് നേരം കൂടി ഒന്ന് തിളക്കട്ടെ. ആ സമയം കൂടി നമുക്ക് ദമ്മിടാനായിട്ടുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സവാള അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് മസാലയുടെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ലെയറായിട്ടാണ് കേട്ടോ ദമ്മിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ചോറിട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലേക്ക് തൂകിയതിന് ശേഷം പിന്നെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ സവാള ഫ്രൈ ചെയ്തത് ഇത്ര ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് വീണ്ടും ചോറിട്ട് കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും ഈ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് അടുപ്പിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദമ്മാവുന്ന സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റാണ് കേട്ടോ ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദമ്മായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ പോയപ്പോൾ പാലട മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടൊരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ്. തിളച്ചതിന് ശേഷം അതിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഇതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വെന്ത് ഇട്ടിട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ബിരിയാണിക്ക് വേണ്ട സാലഡ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 സലാഡ് വെള്ളരിയും പിന്നെ ഒരു തക്കാളിയും ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കുരുമുളക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദം പൊട്ടിക്കാനുണ്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്ലേറ്റിലേക്ക് വിളമ്പി കഴിക്കാനായിട്ട് പോവാനുണ്ടോ. അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. രാജസ്ഥാനൂർ ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേയായിട്ട് പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബിരിയാണി കഴിച്ചുകൊണ്ട് നമ്മളപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പോകാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പച്ചപ്പും ഇതൊക്കെ കണ്ടപ്പോൾ ഇത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നാടൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇക്കടെ ഫ്രണ്ടിൻ്റെ റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഇക്കടെ കൂട്ടുകാരനെ കൂട്ടിയിട്ട് നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കടലിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. വാപ്പായും മക്കളും മാത്രമേ ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ രണ്ടാളും. നമ്മളിവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നെങ്കിലും മക്കൾക്ക് കടലിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കാലാവസ്ഥ എന്തെങ്കിലുമൊക്കെ മോശമായിരിക്കും, ഒന്നുകിൽ തണുപ്പായിരിക്കും അല്ലെങ്കിൽ കാറ്റായിരിക്കും, അങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്രാവശ്യം അവർ ഇറങ്ങി കുളിച്ചു എൻജോയ് ചെയ്തു കേട്ടോ. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ ഇട്ടൊക്കെ വീണപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വന്നു കേട്ടോ. എന്നിട്ട് തിരിച്ച് ഇക്കട ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോയിട്ട് അവിടെ ഇക്കട സുഹൃത്തിനെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്.
അപ്പോൾ പോകുമ്പോൾ അവർക്ക് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന പാർക്കിൽ ഇറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനി ഞങ്ങൾ തിരിച്ച് അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോവാൻ കേട്ടോ. റാമേസിലേക്കാണ് പോകുന്നത്. ഇക്കാക്ക് അവിടെ നിന്നോ ഇലക്ട്രിക്കിൻ്റെ സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നമ്മൾ ഈ ആഴ്ച തന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ ഇക്കായും കൂടി നാട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.